ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അവിയൽ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടുള്ള അവിയലാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചേന, ഒരു ക്യാരറ്റ്, കുറച്ച് പടവലങ്ങ, ഒരു മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ 2 പച്ചക്ക, അതെല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് വളരെ കുറച്ച് അരപ്പേ ഉള്ളൂ. ഒരു മുറി തേങ്ങയുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടമുളകിന് പകരം പച്ചമുളക് എടുത്താലും മതി. ഇതെല്ലാം ഒന്ന് ചതച്ച് വയ്ക്കുക, ചതച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പച്ചക്കറികളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുരിങ്ങയ്ക്ക അതിൽ ചേർക്കുന്നില്ല ഈ സമയം കേട്ടോ. മുരിങ്ങയ്ക്കയ്ക്ക് വളരെ വേവ് കുറവല്ലേ, നമ്മളിപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെന്ത് പോവും, നാര് പോലിരിക്കും. അതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല. അതിനകത്തേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി പിടിപ്പിക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ വെച്ച് വേവിച്ചെടുക്കുകയാണ്. തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കശുവണ്ടിയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് 2-3 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറി എന്നുള്ള വെള്ളം കൊണ്ടാണിത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. കുറച്ച് പകുതി വേവായതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ പച്ചക്കറിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് മുരിങ്ങയ്ക്കായും കശുവണ്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ഇതിൽ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വെന്ത് വരട്ടെ, മുരിങ്ങയ്ക്കായ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ സമയം നമ്മൾ അരപ്പ് ചതച്ചെടുക്കണം. അരപ്പ് അങ്ങ് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ തോരന് ചതയ്ക്കത്തില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ അത്രയും മതി, ഒരുപാട് അങ്ങ് അരയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്താ കണ്ടില്ലേ, ഈ പരുവത്തിൽ വേണം നമുക്ക് ചതച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഒരു ലേശം അരപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അരപ്പ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. കാരണം ജീരകമൊക്കെ ചേർത്തതല്ലേ. ഇതിനകത്ത് ചെറിയ ഉള്ളി ചേർക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ചേർത്താൽ അവിയലിന് പ്രത്യേക മണവും രുചിയാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചതച്ച് ചേർത്തിരിക്കുന്നത്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞു അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തൈര് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് തൈര്, നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. തൈരാണ് ഈ അവിയലിൻ്റെ പുളി എന്ന് പറയുന്നത്. ഒരുപാട് പുളിയുള്ള തൈരല്ല, കുറച്ച് മീഡിയം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഉണക്കമുളകും കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറാണ് കേട്ടോ. അടിപൊളി അവിയൽ മാത്രം നമ്മളിങ്ങനെ കോരിക്കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. വളരെ അഭിപ്രായം കിട്ടിയ ഒരു അവിയലാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഓക്കേ, താങ്ക് യു.